ഇപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് എൻ്റെ ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ കുറിച്ചാണ് കേട്ടോ. പിന്നെ അതിൽ നിന്നിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വിളവെടുത്ത് 9 മാസം ആയപ്പോഴേക്കും രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കായുണ്ടായി. ഇത് നല്ല പർപ്പിൾ കളറാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നത് പോലെയല്ല, നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ടെറസിലും മണ്ണിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അതാണ് ഒന്നുകൂടി ബെറ്റർ. കുറച്ചുകൂടിയും വേരും ഇതൊക്കെ ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് അതിന് സൗകര്യം കുറവായതുകൊണ്ട് ടെറസിൻ്റെ മുകളിലാണ് എൻ്റെ ഡ്രാഗൺ കൃഷി ചെയ്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷിയെക്കുറിച്ചൊക്കെ അറിയാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനൊരു മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് വിത്ത് മുറിച്ച് നിറയെ ചീര നിൽക്കട്ടോ. ഇതിലൊക്കെ ഞാൻ പുതിയ തൈപ്പ് വെച്ചതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മുകളങ്ങൾ വന്ന് തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം വെച്ചത്. ഇപ്പോൾ 9 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. നല്ല വലിയ ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഇതേ നോക്കിയേ, ഇത് നല്ല പർപ്പിൾ കളർ റോസ് കളറായി മാറും കേട്ടോ കുറച്ച് കഴിക്കാറാവുമ്പോൾ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ കാര്യമായിട്ട് വളം കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം, അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ കിട്ടുന്ന പായലുണ്ടല്ലോ, അത് അടിച്ച് വായിക്കാണ് കേട്ടോ ഞാൻ വളമിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇത് നോക്കാം. ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡിലാണ്. ഞാൻ എൻ്റെ അടുക്കളയിൽ എല്ലാ വേസ്റ്റും ഞാൻ ഇതിലിട്ട് കൊടുക്കും. ഇനോക്കിലിട്ടത് കൊണ്ട് ഇത് കണ്ടില്ല പുഴുക്കൾ, ഇത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താം. അതുപോലെ തന്നെ മീൻ കൃഷി ഇതൊക്കെ ചെയ്യാം. ഈ പുഴുക്കൾ അവർക്കൊക്കെ നല്ല ഒരു തീറ്റയാണ്. അതിനൊന്നും നമുക്ക് പണം ചിലവാക്കേണ്ടതില്ല. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ 45 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറിലുള്ള കമ്പോസ്റ്റായി മാറും. അതൊക്കെ കണ്ടില്ലേ, ചേമ്പിൻ്റെ തൊലിയെല്ലാം എന്താണോ നാരങ്ങത്തൊലിയും മുട്ടത്തോടും ഒഴികെ മറ്റെല്ലാ വേസ്റ്റും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ ഇവിടെ ഇട്ട് കളയാതെ ഇങ്ങനെ കമ്പോസ്റ്റാക്കി മാറ്റത്. 45 ദിവസം മാറ്റി വെച്ചത് വളമായി മാറിയിട്ടാട്ടോ. ഞാനിതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വെയിലിൽ വെച്ച് ഉണക്കിയിട്ട് ഡയറക്റ്റായിട്ട് ചെടികൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ഞാൻ വളമൊന്നും പൈസ ചിലവാക്കി വാങ്ങാറില്ല. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വെച്ച് തന്നെയാണ് ഞാൻ ഇഞ്ചി കൃഷിയും എല്ലാം, തക്കാളി, ഇത് ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ നല്ല നല്ല തൈകൾ മുളച്ച് വന്നത്. ഈ തക്കാളിയൊക്കെ അങ്ങനെ മുളച്ച് വന്നാൽ എന്താ അതിൻ്റെ കരുത്ത് നോക്കിക്കേ, കണ്ടില്ലേ എന്തോരം പൂവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കടക്കൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കമ്പോസ്റ്റ് വളമാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഉള്ള പായലുണ്ടല്ലോ, ഇത് അടിച്ചു കൂട്ടും കേട്ടോ. ഇതുപോലെ എന്നിട്ട് ഉണക്കി വെക്കും, ആവശ്യത്തിന് ഉപയോഗിക്കും. ഇതേ കണ്ടില്ലേ, ഇത് നല്ലൊരു കമ്പോസ്റ്റ് വളാട്ടോ. ഇതാണ് ഞാൻ എൻ്റെ ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഇതും നമ്മുടെ കമ്പോസ്റ്റ് വളവും. ആദ്യം വെച്ചപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും മണ്ണൊക്കെ ചേർത്തിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടത്. പിന്നെ ചെയ്യുന്ന വളം ഇതൊക്കെയാണ്. എനിക്കതുകൊണ്ട് തന്നെ 9 മാസം ആയപ്പോഴേക്കും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വിളവെടുത്തു കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, കർമ്മത്തിൻ്റെ തൈയൊക്കെ അതിൽ കമ്പോസ്റ്റിൽ നിന്ന് മുളച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിവിടെ മുട്ടിട്ട് കണ്ടോ, ചെറിയൊരു കമ്പിലാണ് കേട്ടോ മുട്ടിട്ട് നിൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട്. അതൊക്കെ ഈ 2 വളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. ടെറസിലെ മുകളിൽ പായലും അതുപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് വളം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റൊക്കെ ഇതുപോലെ കമ്പോസ്റ്റ് വളമാക്കി നല്ല കൃഷി